അങ്ങനെ UDF ജയിച്ചു. ഇനിയാണ് ഹർത്താലിൻ്റെയും ബന്ദിൻ്റെയും സമരങ്ങളുടെയും അക്രമങ്ങളുടെയും കാലം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. പൊടി പിടിച്ചിരുന്ന കൊടികൾ പുറത്തെടുക്കാനും 10 വർഷമായിട്ട് അടക്കി വെച്ചിരുന്ന കല്ലേറ്, പഠിപ്പ് മുടക്ക്, വാഹനം തടയൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ ആചാരങ്ങളൊക്കെ പുനരാരംഭിക്കാനും സമയമായി എന്നാണ് കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ. കഴിഞ്ഞ ദിവസം പാലക്കാട് UDF പ്രവർത്തകരുടെ വിജയാഹ്ലാദത്തിന് നേരെ CPM പ്രവർത്തകർ ചില്ലൂപ്പി എറിഞ്ഞിരുന്നു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിച്ച പ്രവർത്തകരാണ് ചില്ലൂപ്പി എറിഞ്ഞത്. അവസാനം പോലീസ് ഇടപെടുകയും അവസാനം അത് ലാത്തിച്ചാർജ് കലാശിക്കുകയും ചെയ്തു. ഇതോടെ പോലീസും ഗുണ്ടകളും ചേർന്ന് പാർട്ടി ഓഫീസിൽ മൃഗീയമായ ആക്രമണം നടത്തിയെന്നും സമാധാനം കാത്തുസൂക്ഷിക്കേണ്ട പോലീസ് പ്രവർത്തകരെ തലങ്ങും വിലങ്ങും തല്ലിയെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രതികരിക്കുകയും പ്രവർത്തകർ പ്രതിഷേധമായിട്ട് നിരത്തിലിറങ്ങുകയും ചെയ്തു. പക്ഷേ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടു വന്ന പോസ്റ്റുകളുടെയൊക്കെ കമന്റ് ബോക്സ് ഒന്ന് നോക്കണം. ഇതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമായി കണ്ടാൽ മതിയെന്നും രക്ഷാപ്രവർത്തനം നടത്തിയത് കുറ്റമാണോ, നിങ്ങൾ ഒത്തിരി രക്ഷാപ്രവർത്തനം നടത്തിയതല്ലേന്നും തുടങ്ങി ഞങ്ങൾ കണ്ടത് പോലീസിന്റെ രക്ഷാപ്രവർത്തനമാണല്ലോ, അതെങ്ങനെ മൃഗീയ ആക്രമണമാവും? നിങ്ങൾ ഭരിക്കുമ്പോൾ ലാത്തി ചാർജ് രക്ഷാപ്രവർത്തനമായിരുന്നല്ലോ, ഇപ്പം എങ്ങനെ മൃഗീയമായി? അടിയുടെ തീവ്രത നോക്കിയോ? രക്ഷാപ്രവർത്തനം മറന്നുപോയോ? ഇതും ഒരുതരം രക്ഷാപ്രവർത്തനമാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നിങ്ങനെ അടിമുടി രക്ഷാപ്രവർത്തനമാണ്.